ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വീണ്ടും കൊച്ചിയിലേക്ക് ഒരു ട്രെയിൻ യാത്രയിലാണ്. ഇത് എൻ്റെ ഫ്രണ്ട് അനു. ഞങ്ങൾ എംടെക്കിന് ഒന്നിച്ച് പഠിച്ചതാണ്. ഒരു പായലുണ്ട് ഒരു പാത്രത്തിൽ ഇറങ്ങി എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു ഫ്രണ്ട്ഷിപ്പാണ്. ഇനി ഒരാളും കൂടി ഉണ്ട്, പുള്ളിക്കാരി നേരെ കൊച്ചിയിൽ എത്തിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ യാത്രയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. കൊച്ചിയിൽ ഞങ്ങൾ സ്ഥലം കാണാനോ വേറെ പ്രോഗ്രാമിനോ ഒന്നും പോകുന്നതല്ല. വീട്ടിൽ നിന്നും വർക്കിൽ നിന്നും ഒക്കെ ഒന്ന് മാറി ഒരു ദിവസം ഒന്ന് എൻജോയ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, അതൊക്കെയാണ് ഉദ്ദേശം. പിന്നെ കൊച്ചി സെലക്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മലപ്പുറത്തു നിന്നുള്ള ട്രെയിനും തിരുവനന്തപുരത്തു നിന്നുള്ള ട്രെയിനും ഏകദേശം ഒരേ സമയത്ത് ഒരു 9:15 9:30 ആ റേഞ്ചിൽ കൊച്ചി എത്തുന്നുണ്ട്. എന്നാൽ പിന്നെ കൊച്ചിയിൽ തന്നെ കൂടാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ആൾ, സിൽജ. പുള്ളിക്കാരി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലും ഞങ്ങൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലുമാണ് എത്തിയത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിഡ് പോയിന്റിലായിട്ട് വരുന്ന സെൻറ്റർ സ്ക്വയർ മോളിലാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് ചെറിയൊരു റീലൊക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ ഇരുന്നു. ഈ 13 വർഷം കഴിഞ്ഞിട്ടും അന്ന് ഞങ്ങൾ ഹോസ്റ്റൽ റൂമിൽ കാണിച്ചു കൂട്ടിയ കലാപരിപാടികളും തമാശകളും ഒക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് ചിരി വരുന്നുണ്ട്. പ്രായം കുറച്ച് കൂടിയെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ആ കൊച്ചു കുട്ടികൾ തന്നെയാണ്. പെൺകുട്ടികൾ വായി നോക്കുന്നതിനെ പറ്റിയുള്ള ഒരു കോമഡി റീൽ ഷൂട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്ത് യൂട്യൂബ് ഷോർട്സിൽ ചൂടോടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൻ്റെ ഷോർട്സ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കും കാണാം. ഇന്നൊരു ദിവസം ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. നാളെ തിരിച്ചു പോകാനാണ് പ്ലാൻ. നാളെ രാത്രിയാണ് തിരിച്ചുള്ള ട്രെയിൻ. അപ്പം ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ബോൾഗാട്ടി പാലസ് ഹോട്ടലിലാണ്. അപ്പോൾ ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്ക് 12 മണിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം അവിടെ മോളിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം ആയപ്പോഴേക്കും ഞങ്ങളെത്തി. ഒരു കായൽ തീരത്ത് നല്ല പച്ചപ്പും ഹരിതാവും ഒക്കെ ഉള്ള നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ലോണും ഒക്കെയുള്ള നല്ല മനോഹരമായ ഒരു വിശാലമായൊരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ജസ്റ്റ് ഒരു ചെറിയ ഫോർമാലിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. പല സിനിമകളുടെയും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഈ ബോൾഗാട്ടി പാലസ്. നിറക്കൂട്ട്, വെള്ളി നക്ഷത്രം, മൈ ബോസ്, ഇതിലൊക്കെ പല സീൻസും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ലൊക്കേഷനൊക്കെ ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ഇറങ്ങി കാണാമെന്ന് വെച്ചിരിക്കുകയാണ്. ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പതുക്കെ ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ഇതൊരു 3 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഇവിടുത്തെ റൂമും അവരുടെ ഫെസിലിറ്റീസും ഒക്കെ ഒന്ന് കാണാം. കുറച്ച് സമയം നമ്മളവിടെ റെസ്റ്റ് എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഓർഡർ ചെയ്തു, കഴിച്ചു. പിന്നെ വീണ്ടും കുറേ വർത്താനമായിരുന്നു. പഴയ ഹോസ്റ്റൽ ലൈഫിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചു. അന്നത്തെ ഒരു ലൈഫും അന്ന് അവിടെ മഴയത്ത് ഡാൻസ് കളിച്ചതും അതൊക്കെ ഓർത്തു. പിന്നെ റൂമിൽ എല്ലാവരും ഒരുമിച്ച് മഞ്ഞളൊക്കെ ഇട്ട് നിൽക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കി ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് കുറേ സമയം ഞങ്ങൾ അവിടെ റൂമിൽ സ്പെൻഡ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞൊരു വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ നടക്കാനായിട്ട് ഇറങ്ങി. പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുക, കുറേ വർത്താനം പറയുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക, അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പരിപാടി.
വർക്ക് ലോഡും ടെൻഷൻസും ഒക്കെ മറന്ന് ഇതുപോലെയുള്ള ചെറിയ ചെറിയ എസ്കേപ്സ് ഇടയ്ക്കൊക്കെ നമ്മളെല്ലാവരും ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ശരിക്കും റിലാക്സ്ഡായി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. ഞങ്ങളിപ്പം ഇൻസ്റ്റഗ്രാം റീൽസും അല്ലെങ്കിൽ യൂട്യൂബ് റീൽസൊക്കെ കാണുമ്പോൾ ഓർക്കുമായിരുന്നു, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഞങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ മെമ്മറീസൊക്കെ നമ്മളിങ്ങനെ ഓർത്തെടുക്കുന്നതല്ലാതെ വീഡിയോസോ ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം അന്ന് അതൊക്കെ ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ചെയ്യാൻ പറ്റാത്ത പല കുസൃതിത്തരങ്ങളും ഈ ഒരു ഗെറ്റ് ടുഗദറിൽ ചെറുതായിട്ടൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു. അതിൻ്റെയൊക്കെ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല തമാശയായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ സജഷൻസൊക്കെ പറയുക. പറ്റിയാൽ ഇനിയും അടുത്ത എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ഒന്ന് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലുള്ള തമാശകളൊക്കെ വീണ്ടും ഇറക്കുന്നതായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങി. പിന്നെ അടുത്ത ദിവസം രാവിലെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി. അപ്പം ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ ആണിത്. ഇന്നലെ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഗസ്റ്റൊക്കെ ആയിട്ട് എല്ലാവരും ചെക്കിനും ചെക്കൗട്ടൊക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒന്നും അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ചുറ്റുമുള്ള ലൊക്കേഷനൊക്കെ ഒന്ന് കണ്ട് വെറുതെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ രാവിലെ കുറേ സമയം റിസോർട്ടിലൊക്കെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഗെയിമൊക്കെ കളിച്ച് റൂമിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയായപ്പോൾ ചെക്കൗട്ട് ചെയ്തു. ഞങ്ങളുടെ ബാഗൊക്കെ റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഞങ്ങൾ ഫോർമോളിൽ വന്നു. ഇനി ഇവിടുത്തെ ഷെഫ് പിള്ളയുടെ മീൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഫിഷ് നിർവാണയൊക്കെ ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെയും എല്ലാം റീൽസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ മോളിൽ കുറച്ച് സമയം ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ആയിട്ട്, ഇത് ഫോറം മോളിലാണ്, അങ്ങനെ അവിടെ കുറച്ച് സമയം കറങ്ങി നടന്നു. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും
കൊച്ചിയുടെ വാട്ടർ മെട്രോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇറങ്ങി. അങ്ങനെ വാട്ടർ മെട്രോയുടെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഒരു ചെറിയൊരു ബോട്ട് യാത്ര വെറുതെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളും വാട്ടർ മെട്രോയിൽ കയറി. കൊള്ളാം, നല്ല നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. നല്ലൊരു ബോട്ട് യാത്ര. ഇതിനകത്ത് ഒരു കുലുക്കുമോ അങ്ങനെ ഒന്നും അറിയുന്നില്ല. നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരുന്നു. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ ട്രാവൽ ചെയ്യുന്ന ബാക്കി ആൾക്കാരൊക്കെ അവരുടെ ഡെയിലി യൂഷ്വൽ ജോബൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നവരും ഒക്കെയാണെന്ന് തോന്നുന്നു. ഇവരൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ കയറിയവരായിട്ട് കണ്ടിട്ട് തോന്നുന്നില്ല. അവരൊക്കെ ഇത് ഡെയിലി പോകുന്നവരൊക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാട്ടർ മെട്രോ സർവീസ് ഉണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് വേറെയും ഇതുപോലെ ബോട്ട് പോകുന്ന കണ്ടു. കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആണ്. അകത്തൊരു എയർ കണ്ടീഷൻഡ് അറ്റ്മോസ്ഫിയറൊക്കെയാണ്. നല്ലൊരു പ്ലസൻറ്റ് ജേർണി ആയിരുന്നു. ഒരു കുലുക്കം ഒന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. അപ്പോഴേക്കും സൺസെറ്റൊക്കെ കഴിഞ്ഞു, സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല മഴയും ഉണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ലുലു മോളിൽ എത്തി. ഞങ്ങളുടെ ട്രെയിൻ രാത്രി 11 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ബാക്കി സമയം ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാമെന്ന് വെച്ചു. അങ്ങനെ ഡിന്നറൊന്നും കഴിക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷേക്കും ഈ അവിൽ മിൽക്കും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഡിന്നർ ഒതുക്കി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ ട്രെയിൻ പറഞ്ഞതിലും ലേറ്റായിരുന്നു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ ട്രിപ്പ് കഴിഞ്ഞു. ആകെ 1-2 ദിവസം, സാറ്റർഡേ മോർണിംഗ് രാവിലെ ട്രെയിൻ കയറി കൊച്ചി എത്തി. അടുത്ത ദിവസം വരെ സ്റ്റേ ചെയ്തു, ചെക്കൗട്ട് ചെയ്തു, കറങ്ങി നടന്നു, രാത്രിയായി, തിരിച്ചു പോന്നു. ഇപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ഞങ്ങൾ ട്രിവാൻഡ്രത്തും മലപ്പുറത്തും ഒക്കെ എത്തിയിട്ടുണ്ടാവും. വീണ്ടും ബാക്ക് ടു വർക്കാണ്. അങ്ങനെ നല്ലൊരു ജേണി ഇവിടെ അവസാനിച്ചു. ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ലീവൊന്നും എടുക്കേണ്ടി വരുന്നില്ലല്ലോ. സാറ്റർഡേ സൺഡേ നമുക്ക് ഓഫുള്ള ഒരു 2 ദിവസം നമ്മൾ വിചാരിച്ചാൽ മതി. ചെറിയ ചെറിയ ഇതുപോലുള്ള എസ്കേപ്പൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ചെറിയ ജേണിയൊക്കെ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.